अस्सलाम वालेकुम रहमतुल्लाह। अशहदु अल्ला इलाहा इल्लल्लाह वहदहु ला शरीक लहु وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. അഹമ്മദിയ ജമാഅത്ത് യുകെയുടെ ജൽസ സാലാനയെ വളരെയധികം പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. കഴിഞ്ഞ ഖുത്ബയിലും ഞാൻ പറയുകയുണ്ടായി, ഇവിടെ ഖിലാഫത്തുള്ള കാരണത്താൽ ഇതിന് കേന്ദ്ര ജൽസയുടെ സ്ഥാനമാണുള്ളത്. ഇതിന്റെ ഭൂമിശാസ്ത്രപരമായ അവസ്ഥയിൽ ലോകത്തിലെ ഭൂരിഭാഗം കൂട്ടർക്കും ഈ ജൽസയുടെ പരിപാടികളിൽ നിന്നും കൂടുതൽ പ്രയോജനമെടുക്കാൻ സാധിക്കുന്നു. ജർമ്മനിയും മറ്റു ചില യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ സമയരേഖയുടെ അടിസ്ഥാനത്തിൽ ഇതിനോടടുത്താണ്. എന്നാൽ ലണ്ടനിലെ സമയത്തെക്കുറിച്ചുള്ള സങ്കല്പമാണ് ലോകത്ത് കൂടുതലായും കാണപ്പെടുന്നത്, അല്ലെങ്കിൽ എളുപ്പമായി മനസ്സിലാക്കുന്നത്. കാരണം ഇംഗ്ലീഷുകാർ ഒരു നീണ്ട കാലം ലോകത്തിന്റെ ഭൂരിഭാഗം രാഷ്ട്രങ്ങളെയും ഭരിച്ചിട്ടുണ്ട്. ജനങ്ങൾക്ക് എത്തിപ്പെടാനും എളുപ്പമുള്ള ഒരു ഹബ്ബാണ് ലണ്ടൻ. താരതമ്യേന എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയുന്നു. ഈ സൗകര്യങ്ങളുടെ കാരണത്താൽ സാർവദേശീയ പ്രതിനിധികൾ ധാരാളമായി ഇവിടെ എത്തുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. ഏതായാലും യുകെയിലെ ജൽസ സാലാനയുടെ പ്രാധാന്യം വളരെ സ്പഷ്ടമാണ്. കഴിഞ്ഞ ഞായറാഴ്ച അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഈ ജൽസ വളരെ ഭംഗിയായി അവസാനിച്ചതായി നാം കാണുകയുണ്ടായി. അൽഹംദുലില്ലാ. ജൽസയ്ക്ക് ശേഷമുള്ള ഖുത്ബയിൽ ഞാൻ പൊതുവായി രണ്ട് വിഷയങ്ങളാണ് പരാമർശിക്കാറുള്ളത്. ഒന്ന് കൃതജ്ഞതയുടെ വിഷയമാണ്. ഇതിൽ അള്ളാഹുവിനോടും കൃതജ്ഞത പ്രകടിപ്പിക്കുന്നു. അതുപോലെ ജോലിക്കാർക്ക് വേണ്ടിയും നന്ദി പറയുന്നു. രണ്ടാമത്തേത് ജൽസ വേളകളിൽ അറിവ് ലഭിക്കുന്ന ചില കുറവുകളിലേക്കും ന്യൂനതകളിലേക്കും ശ്രദ്ധ ക്ഷണിക്കുന്നു. ഭാവിയിലേക്ക് ഉത്തമമായ അവസ്ഥ ഉണ്ടാകുന്നതിന് വേണ്ടി, ഈ ന്യൂനതകളെ ദൂരീകരിക്കുന്നതിനും വേണ്ടി. അള്ളാഹുവിന് കൃതജ്ഞത പ്രകടിപ്പിക്കുന്നതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ വർഷം അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ലോകത്തിന്റെ കോണുകളോളം
यानी हकीकी इस्लाम അഹമ്മദിയത്ത് അഥവാ യഥാർത്ഥ ഇസ്ലാമിന്റെ സന്ദേശം എത്തിക്കുന്നതിനും ऐसे तबके में जहां इस्लाम का हकीकी ഇസ്ലാമിന്റെ യഥാർത്ഥ സന്ദേശം എത്തിക്കുന്നതിനും आता है പ്രയാസകരമായി കണ്ടിരുന്ന वहां भी വിഭാഗങ്ങളിലേക്കും अहमद का पैगाम पहुंचा അഹമ്മദിയത്തിന്റെ സന്ദേശം എത്തിക്കുന്നതിനും ജമാഅത്തിന് തൗഫീക്ക് ലഭിക്കുകയുണ്ടായി. मालिक के दौरों के दौरान എന്റെ വിവിധ രാജ്യങ്ങളിലേക്കുള്ള സന്ദർശന വേളകളിലും हमने देखे അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ ദൃശ്യം നാം കണ്ടു. और उसके बाद അതിനെക്കുറിച്ച് സന്ദർശന വേളകളിലുള്ള ഖുതുബകളിലും അതിനുശേഷമുള്ള ഖുതുബകളിലും പരാമർശിച്ചു കഴിഞ്ഞു. फजलों और इनामों का ഏതായാലും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളുടെയും കാരുണ്യങ്ങളുടെയും ഈ ശൃംഖല एक नई शान से ഈ വർഷം यूरोप में भी और ഒരു പുതിയ തേജസ്സോടുകൂടി യൂറോപ്പിലും ആഫ്രിക്കയിലും അമേരിക്കയിലും ഇന്ത്യയിലും നാം ദർശിച്ചു. बरतानिया के जलसे में भी അഹമ്മദിയ ജമാഅത്ത് ബ്രിട്ടന്റെ ജലസയിലും എല്ലാവരും അത് കാണുകയുണ്ടായി, को हासिल करने അനുഭവിച്ചറിയുകയുണ്ടായി. കൂടാതെ ഈ അനുഗ്രഹങ്ങളെ കരസ്ഥമാക്കുന്നവരുമായി और हर मौका ഓരോ ദിനവും शुक्रगुजारी की ഓരോ അവസരവും नई राहें हमें दिखाता है കൃതജ്ഞതയുടെ പുതിയ മാർഗങ്ങളാണ് നമുക്ക് കാണിച്ചു തന്നത്. कि इन അതിനാൽ शुक्रगुजारी की राह നാം ഈ നന്ദി പ്രകടനത്തിന്റെ മാർഗത്തിൽ हर इनाम ചരിക്കുന്നവരാകേണ്ടതാണ്. अल्लाह ताला की जमात ഓരോ അനുഗ്രഹവും കാരുണ്യവും അള്ളാഹുവിന്റെ ജമാഅത്തിനായുള്ള പിന്തുണയും സഹായവും शुक्र നമുക്ക് എപ്പോഴും नई मंजिलें दिखाने കൃതജ്ഞതയുടെ പുതിയ ലക്ഷ്യങ്ങൾ കാണിക്കുന്നതാക്കട്ടെ. गुजारी की वजह से अल्लाह ताला के मजीद इनामों ആ നന്ദി പ്രകടനത്താൽ वारिस बनने നാം അള്ളാഹുവിന്റെ കൂടുതൽ അനുഗ്രഹത്തിന്റെയും കാരുണ്യത്തിന്റെയും അവകാശികളാകട്ടെ. वाले तो और इनामात मिले കൃതജ്ഞത കാണിക്കുകയാണെങ്കിൽ കൂടുതൽ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതാണെന്നത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. പറയുന്നു, ലൈൻ ഷക്കർത്തും ല അസീദന്നക്കും. नवाजता है और नवाजने അള്ളാഹു के अता फरमाता തന്നരുളുന്നു, है। ये इंसान है തന്നരുളുന്നതിനായുള്ള സന്ദർഭങ്ങൾ ഒരുക്കി തരുന്നു. बाज दफा अल्लाह ताला के इनाम മനുഷ്യൻ തന്നെയാണ് കൃതജ്ഞത കാരണത്താലാണ് ചിലപ്പോൾ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളിൽ നിന്ന് പിന്തള്ളപ്പെടുന്നത്. इंसान को ही फायदा देती है അതിനാൽ പൊതുവിൽ അള്ളാഹുവിനോടുള്ള ഈ നന്ദി പ്രകടനവും മനുഷ്യന് പ്രയോജനകാരിയായി മാറുന്നു. बेहतियाज है അള്ളാഹു സ്വാശ്രയനാകുന്നു, किसी की मदद की जरूरत है നിരാശ്രയനാകുന്നു. ना ही किसी അവന് ആരുടെയും സഹായത്തിന്റെ ആവശ്യവുമില്ല, ना ही बंदों के ആരുടെയും അനുഗ്രഹത്തിന്റെ ആവശ്യവുമില്ല, वो तमाम तर ദാസരുടെ കൃതജ്ഞതയുടെ ആവശ്യവുമില്ല. അവൻ എല്ലാ തരത്തിലുള്ള ऐसी हस्ती को हमारी സമ്പത്തിന്റെയും ശക്തിയുടെയും അധിപനാകുന്നു. शुक्रगुजार होने की അങ്ങനെയുള്ള അസ്തിത്വത്തിന് നമ്മുടെ കൃതജ്ഞതയുടെയോ अल्लाह ताला നാം നന്ദിയുള്ളവരാകേണ്ടതിന്റെയോ ആവശ്യമെന്താണ്? फजल नाज़िल फरमाता है എന്നാൽ അള്ളാഹു तो ये भी देखता है മനുഷ്യനെ അനുഗ്രഹിക്കുമ്പോൾ അവൻ നന്ദിയുള്ളവനാകുന്നുണ്ടോ ഇല്ലയോ എന്നും നോക്കുന്നു. शुक्रगुजार हो जाएं तो फजल बढ़ते चले जाते हैं അഥവാ നന്ദിയുള്ളവനാകുകയാണെങ്കിൽ അനുഗ്രഹം വർദ്ധിച്ചുകൊണ്ടേ പോകുന്നു. के हवाले से भी വിശുദ്ധ ഖുർആനിൽ किया गया है कि उन्होंने अल्लाह ताला के फजल को देख ഹദ്രത്ത് സുലൈമാൻ അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ചും कि ले यबलु ഇപ്രകാരം പറയുന്നു, അദ്ദേഹം അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ കണ്ടപ്പോൾ പറഞ്ഞു, ലി യബ്ലുവനി ആ അഷ്കുറു അം അക്ഫുറു वमन कफरा फइन्न रब्बी വമൻ ശക്കറ ഫഇന്നമാ യഷ്കുറു ലിനഫ്സിഹി വമൻ കഫറ ഫഇന്ന റബ്ബി ഗനിയുൻ കരീം. कि मैं शुक्र करता हूँ या नाशुक्री करता हूँ ഞാൻ करे കൃതജ്ഞതയാണോ കാണിക്കുന്നതെന്ന് അവൻ എന്നെ പരീക്ഷിക്കുന്നതിന് വേണ്ടി. तो यकीन ഏതൊരാൾ നന്ദി കാണിക്കുന്നുവോ അയാൾ സ്വന്തം ഗുണത്തിന് വേണ്ടി തന്നെയാണ് നന്ദി കാണിക്കുന്നത്. वही है ആരെങ്കിലും നന്ദികേട് കാണിക്കുന്നതായാൽ തീർച്ചയായും എന്റെ നാഥൻ സ്വാശ്രയനും ഔദാര്യവാനുമാകുന്നു. അവൻ തന്നെയാണ് അനുഗ്രഹിക്കുന്നവൻ. के इस ചുരുക്കത്തിൽ കൃതജ്ഞത അനുഗ്രഹം കരസ്ഥമാക്കാനും ഉന്നത ധാർമ്മിക ഗുണത്തിന്റെ പ്രകടനം പഠിപ്പിക്കുന്നതിനുമായിട്ടാണ്. बेहतर होंगे लेकिन एक കൃതജ്ഞത കാണിക്കുകയാണെങ്കിൽ കൂടുതൽ അനുഗ്രഹം കരസ്ഥമാക്കുന്നതാണ്, നിങ്ങളുടെ സ്വഭാവം ഉന്നതമാകുന്നതാണ്. अल्लाह ताला എന്നാൽ ഒരു ഭൗതിക മനുഷ്യന്റെ നിർഭാഗ്യമെന്ന് പറയാം, इनामात के അവൻ സന്തോഷത്തിന്റെയും അനുഗ്രഹത്തിന്റെയും അവസരത്തിൽ वक्त जब मिल जाए तो भूल जाता അള്ളാഹുവിനെ വിസ്മരിച്ചു കളയുന്നു. बाज दफा മുൻപ് ഓർമ്മയുണ്ടായിരുന്നു, കരസ്ഥമായപ്പോൾ മറന്നുപോയി. ये सब कामयाबी ചിലപ്പോൾ മനസ്സു പറയും, ഇത്തരത്തിലുള്ള വിജയം നിന്റെ പരിശ്രമത്തിന്റെ ഫലമാണ്.
तुम्हारे काम करने നിന്റെ നല്ല പ്ലാനിങ്ങിന്റെ ഫലമാണ്, നിന്റെ ജോലി ചെയ്യുന്നവരുടെ ടീമിന്റെ ഫലമായിട്ടാണ്. वकलीलों में इबादे शकूर, അള്ളാഹു ഒരിടത്ത് പറയുന്നു, ഖലീലും മിൻ ഇബാദിയ ശക്കൂർ, बहुत कम शुक्रगुजार होते हैं, लेकिन हकीकत നന്ദിയുള്ളവർ എന്റെ ദാസരിൽ വളരെ കുറവാണ്. अल्लाह ताला का शुक्रगुजार എന്നാൽ യഥാർത്ഥ വിശ്വാസി നിശ്ചയമായും അള്ളാഹുവിനോട് നന്ദിയുള്ളവനാണ്. जमाने के इमाम को मानना है കാലഘട്ടത്തിന്റെ ഇമാമിനെ വിശ്വസിച്ച അഹമ്മദികളായ നാം जो खुदा ताला അള്ളാഹുവിന്റെ നന്ദിയുള്ള ദാസരിൽ പെട്ടവരാണ്. अल्लाह ताला के फजलों की बारिश അങ്ങനെയാകേണ്ടതുമാണ്. हो रही है। ये हम ജമാഅത്ത് അഹമ്മദിയുടെ മേൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ മഴ ताला के उन बंदों में നാം അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളിൽ അവനോട് നന്ദിയുള്ളവരായ ദൈവദാസരിൽ ഉൾപ്പെട്ടവരാണെന്ന ധൈര്യവും हर फजल पर സാന്ത്വനവും अल्हम्दुलिल्लाह നമുക്ക് നൽകുന്നു. और उस कामयाबी को ഓരോ അനുഗ്രഹത്തിലും അൽഹംദുലില്ലാ എന്ന് പറയുന്നു. ആ വിജയത്തെ അള്ളാഹുവിലേക്ക് ബന്ധിപ്പിക്കുന്നു. ने अल्लाह ताला के फजल से अफसरान से लेकर आम कारकुन അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഓഫീസർമാർ മുതൽ സാധാരണ ജോലിക്കാരെ വരെ ഉള്ളവരിൽ बड़े जज्बाती പല ആത്മാർത്ഥരായ അഹമ്മദികളെയും കണ്ടിട്ടുണ്ട്. आंसू बहाते हुए അവർ വളരെ ആവേശഭരിതരായിക്കൊണ്ട് കണ്ണുനീരൊഴുക്കിക്കൊണ്ട് को തങ്ങളുടെ വിജയത്തെ, फजल की तरफ ജോലിയുടെ മേന്മയെ അള്ളാഹുവിന്റെ അനുഗ്രഹവുമായി ബന്ധിപ്പിക്കുന്നു. हम में ऐसे अब्द शकूर पैदा होते നമ്മിൽ ഇത്തരത്തിൽ हैं, हम अब्द शकूर बने रहे നന്ദിയുള്ള ദാസർ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതുവരെ, फजलों की നാം നന്ദിയുള്ള ദാസരായി തീർന്നുകൊണ്ടിരിക്കുന്നതുവരെ बरसता देखते रहे। അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ വർഷിക്കുന്നതായി हमारी जुबान ने നാം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. अल्हम्दुलिल्लाह के अल्फाज से तर रहे നമ്മുടെ നാവ് അൽഹംദുലില്ലാ എന്ന വാക്ക് ഉച്ചരിച്ചുകൊണ്ടിരിക്കുന്നതുവരെ, उसके हजूर सजदा रहे നമ്മുടെ ഹൃദയം हम അവന്റെ അനുഗ്രഹങ്ങളിൽ അവന്റെ സമക്ഷത്തിൽ സുജൂദിലായിരിക്കുന്നതുവരെ നാം അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ അവകാശികളായിക്കൊണ്ടിരിക്കുന്നതാണ്. हर जलसा में शामिल होने वाले അതിനാൽ എല്ലാ ജോലിക്കാരും, എല്ലാ ഓഫീസർമാരും, ജൽസയിൽ പങ്കെടുത്ത എല്ലാവരും नजरिया से दुनिया में जलसे में शामिल होने MTA മുഖേന ജൽസയിൽ പങ്കെടുക്കുന്ന अल्लाह ताला के फजलों के तराने गाए ലോകത്തിൽ എല്ലാ അഹമ്മദികളും की शुक्रगुजारी कर അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ പദ്യം ആലപിക്കുകയാണെങ്കിൽ, അള്ളാഹുവിന് കൃതജ്ഞത പ്രകടിപ്പിച്ചുകൊണ്ട് जिस खुलूस से हमारे सजदे होंगे സുജൂദ് ചെയ്യുകയാണെങ്കിൽ करने वाले बनेंगे, शुक्रगुजार होंगे, उसी कदर എത്ര ആത്മാർത്ഥത നമ്മുടെ സുജൂദിലുണ്ടാകുമോ, बारिश होगी, നാം സുജൂദ് ചെയ്യുന്നവരും നന്ദി പറയുന്നവരുമാകുന്നുവോ, उसी तेजी से हमारे कदम അത്ര ശക്തിയിൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നമ്മിൽ വർഷിക്കുന്നതാണ്. अल्लाह ताला की सिफात का हमें അതേ വേഗതയിൽ നാം പുരോഗതിയിലേക്ക് കുതിക്കുന്നതാണ്. जारी होगा और यूं अल्लाह ताला की അള്ളാഹുവിന്റെ സവിശേഷ ഗുണങ്ങളെ हो जाएगा നാം മനസ്സിലാക്കുന്നതാണ്. और फिर अल्लाह ताला അവന്റെ കാരുണ്യം നമ്മിൽ ഇറങ്ങുന്നതാണ്. शुक्र करने वाले അങ്ങനെ അള്ളാഹുവിനെ സ്തുതിക്കുന്നതിന്റെ പുതിയൊരു ശൃംഖല ആരംഭിക്കുന്നതാണ്. आज हम പിന്നീട് അള്ളാഹു പറയുന്നു, कि अल्लाह കൃതജ്ഞത കാണിക്കുന്നവർ നവങ്ങളായ അടയാളങ്ങൾ ദർശിക്കുന്നു. जमात अहमदिया की ഇന്ന് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ മഴയും जमात अहमदिया की അടയാളങ്ങളുടെ ശൃംഖലയും അഹമ്മദിയ ജമാഅത്ത് മാത്രമാണ് ദർശിക്കുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയുന്നതാണ്. അല്ലെങ്കിൽ അഹമ്മദിയ ജമാഅത്തിന്റെ എതിർപ്പിന്റെ മാനുഷിക പ്രയത്നങ്ങളും हम पर रखते हैं, എതിരാളികൾക്ക് നമ്മുടെ മേലുള്ള ജനപ്പെരുപ്പവും हमारे मुखालफिन के हमारे पास हैं, जो वसाइल उनके हैं, माली वसाइल നമ്മുടെ എതിരാളികളുടെ കയ്യിലുള്ള इस तरह हुकूमतें ഖജനാവും करने पर അവർക്ക് ലഭ്യമായിട്ടുള്ള മാധ്യമങ്ങളും, സാമ്പത്തിക മാധ്യമങ്ങളും ശാരീരിക മാധ്യമങ്ങളും रसूल के नाम पर നമ്മെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ഭരണകൂടങ്ങളുടെ സന്നദ്ധതയും പ്രയത്നങ്ങളും और खासतौर पर पाकिस्तान में तो ये അള്ളാഹുവിന്റെയും റസൂലിന്റെയും നാമത്തിൽ गोया कि അജ്ഞരായ പൊതുജനങ്ങളെ നമുക്കെതിരിൽ പ്രകോപിതരാക്കുന്നതും कोई भी പ്രത്യേകിച്ച് പാകിസ്ഥാനിൽ അത് പാരമ്യതയിലെത്തിയിരിക്കുന്നു. ചുരുക്കത്തിൽ ഇപ്പോൾ അഹമ്മദിയത്തിന്റെ എതിരാളികൾ हिंदू खत्म करने का അഹമ്മദിയത്തിനെ ഇല്ലാതാക്കുന്നതിനുള്ള നിസ്സാര മാർഗങ്ങളെ പോലും ഉപേക്ഷിക്കുന്നില്ല. मुसलसल फजल और निशानात का सिलसिला ना होता तो ये दुनियावी कोशिशें तो അഥവാ അള്ളാഹുവിന്റെ നിരന്തരമായ അനുഗ്രഹങ്ങളും അടയാളങ്ങളുടെ ശൃംഖലയും ഇല്ലായിരുന്നുവെങ്കിൽ कि इस जमाने ഈ ഭൗതിക പ്രയത്നങ്ങൾ എപ്പോഴേ ജമാഅത്തിനെ നശിപ്പിച്ചേനെ. जो जब अल्लाह ताला के फजलों को देखते हुए ഇതവർ മനസ്സിലാക്കുന്നില്ല. शुक्रगुजारी ഈ കാലഘട്ടത്തിൽ നന്ദിയുള്ളവരുടെ ജമാഅത്ത് ഇതുമാത്രമാണ്. होती है, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ ദർശിച്ചുകൊണ്ട് फजलों को കൃതജ്ഞതയുടെ വികാരത്താൽ സുജൂദ് ചെയ്യുമ്പോൾ जब सजदे से सर उठाकर
इन फजलों को അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കൂടുതൽ വലിച്ചെടുക്കുന്നു. शुक्र के जज्बे से സുജൂദിൽ നിന്ന് തലയുയർത്തി ഈ അനുഗ്രഹങ്ങളെ കാണുമ്പോൾ വീണ്ടും സ്തുതിയുടെയും കൃതജ്ഞതയുടെയും വികാരത്താൽ यही സുജൂദ് ചെയ്യുന്നു. हमारे आका मौला हजरत मोहम्मद रसूल ഇതേ മാതൃകയാണ് നമ്മുടെ യജമാനനായ ഹദ്റത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മുമ്പിൽ സമർപ്പിച്ചത്. ഇങ്ങനെയാണ് നന്ദി പ്രകടിപ്പിക്കുക. പിന്നീട് खत्म होने वाले അസീമിതമായ ഖജനാവിന്റെ ഉടമസ്ഥനായ അള്ളാഹു उतारता തന്റെ അനുഗ്രഹങ്ങളെയും ഇറക്കിക്കൊണ്ടിരിക്കുന്നതാണ്. खत्म होने वाला सिलसिला है അവസാനിക്കാത്ത ശൃംഖലയാണ് जमात अहमदिया पर अल्लाह ताला അഹമ്മദിയ ജമാഅത്തിനുമേൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നിലനിൽക്കുന്നത്. इस हकीकत को समझ നമ്മുടെ വിരോധികൾ ഈ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിനോട് എതിരിടുന്നത് ഉപേക്ഷിച്ചാൽ എത്ര നന്നായിരുന്നു. जो इनाम ഈ വർഷം की है അള്ളാഹു വർഷിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളിൽ किया जाए ഏതിനെയൊക്കെയാണ് പരാമർശിക്കുക? അള്ളാഹുവിനോടുള്ള കൃതജ്ഞതയുടെ അവകാശം പൂർത്തിയാക്കുന്ന നാവ് എവിടെ നിന്നാണ് കൊണ്ടുവരിക? मुस्लिम इस्लाम का एक फिक्र है ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം से हो ये कारोबार ഒരു പദ്യത്തിൽ പറയുന്നു, വോ സബാൻ ലാവു കഹാസെ ജിസ്സെ ഹോ യെ കാരോബാർ. അതായത് ഇത് പ്രാവർത്തികമാക്കാൻ സാധിക്കുന്ന നാവ് എവിടെ നിന്നാണ് കൊണ്ടുവരിക? लेकिन ചുരുക്കത്തിൽ അള്ളാഹുവിന് വേണ്ടിയുള്ള കൃതജ്ഞതയുടെ ബാധ്യത നിറവേറ്റാൻ നമുക്ക് സാധിക്കില്ല. എന്നാൽ തീർച്ചയായും പരിശ്രമിക്കാവുന്നതാണ്. എപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കേണ്ടതുമാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെയും കാരുണ്യങ്ങളെയും കരസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്നവരായി നാം മാറുന്നതിനു വേണ്ടി कि नस्लन बाद नस्लन തലമുറകളായി जहनों में रहे ഈ സുപ്രധാന വിഷയം നമ്മുടെ മനസ്സിൽ പതിയുന്നവരായി അള്ളാഹു നമ്മെ മാറ്റട്ടെ. നമ്മുടെ കർമ്മങ്ങൾ അത് വെളിപ്പെടുത്തുന്നതായിരിക്കണം. एक सर അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളിലേക്ക് നാം എത്തിനോട്ടം നടത്തുകയാണെങ്കിൽ പോലും നന്ദി പ്രകടിപ്പിക്കുന്നതിനായി शुक्रिया वसूल करने ഒരു നീണ്ട ലിസ്റ്റ് यार खड़ी नजर आती है हमें നമുക്ക് ലഭിക്കുന്നു. या हमसे मुतालबा करती है അല്ലെങ്കിൽ നാം നന്ദി പ്രകടിപ്പിക്കണം എന്ന് നമ്മോട് ആവശ്യപ്പെടുന്നു. कहीं रिपोर्ट्स सुनकर ചിലപ്പോൾ റിപ്പോർട്ടുകൾ വായിക്കുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ നമുക്ക് ജമാഅത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന तरक्की शुक्रगुजारी पर मजबूर करती സ്കൂളിന്റെയും ആശുപത്രിയുടെയും വളർച്ച കൃതജ്ഞതയിലേക്ക് നിർബന്ധിക്കുന്നു. है शिफा ചിലപ്പോൾ ആശുപത്രികളിൽ നിന്ന് രോഗശമനം ലഭിച്ച ദരിദ്രരായവരുടെ ആത്മസംതൃപ്തമായ മുഖങ്ങളും गुजारी की तरफ तो ജമാഅത്തിന് വേണ്ടിയുള്ള ദുആകളും കൃതജ്ഞതയിലേക്ക് ശ്രദ്ധ നൽകുന്നു. इंसानियत के तहत ചിലപ്പോൾ മനുഷ്യ സേവനത്തിന്റെ കീഴിൽ ദരിദ്രർക്ക് കുടിവെള്ളത്തിനുള്ള സംവിധാനം ലഭിച്ചപ്പോൾ ദരിദ്ര കുട്ടികളുടെ മുഖത്തെ സന്തോഷം അള്ളാഹുവിന്റെ സ്തുതിയിലേക്ക് കൊണ്ടുപോകുന്നു. बच्चों की खुशी 7-8 വയസ്സുള്ള ഈ കുട്ടികളുടെ സന്തോഷത്തിന് കാരണം 2-3 मील से മുൻപ് 7-8 മൈലുകൾ जनाब ദൂരത്ത് നിന്നാണ് വെള്ളം കൊണ്ടുവന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ അവർക്ക് അവരുടെ വീടിന്റെ വാതിക്കൽ തന്നെ വെള്ളം ലഭിക്കുന്നു എന്നതാണ്. इस बात पर അവർ ജമാഅത്തിന് നന്ദിയുള്ളവരായിത്തീരുന്നു. പിന്നീട് ജമാഅത്ത് ഇക്കാര്യത്തിൽ അള്ളാഹുവിനോട് കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. हैं ചിലപ്പോൾ നാം ജമാഅത്തിന്റെ പുരോഗതിയുടെ റിപ്പോർട്ടുകൾ കേൾക്കുമ്പോൾ जमात को ताहम അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ജമാഅത്തിന് ലഭ്യമായ മിഷൻ ഹൌസുകളുടെയും പള്ളികളുടെയും കാര്യത്തിൽ അള്ളാഹുവിന് നന്ദി പറയുന്നവരാകുന്നു. तरक्की ചിലപ്പോൾ വിശ്വാസത്തിന്റെ വളർച്ചയുടെ അത്ഭുതകരമായ സംഭവങ്ങൾ കേട്ട് करते हुए അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അവനെ സുജൂദ് ചെയ്യുന്നവരായിത്തീരുന്നു. तकमीले ചിലപ്പോൾ നാം ദീനീ പ്രചരണത്തിന്റെ പൂർത്തീകരണത്തിനായി അള്ളാഹുവിനാൽ നൽകപ്പെട്ട വ്യവസ്ഥയും फायदा उठाने पर അതിനെ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തിയതിന്റെ ഫലമായി അള്ളാഹുവിന് നന്ദിയുള്ളവരായിത്തീരുന്നു. जमात को ഈ കാലഘട്ടത്തിൽ അവൻ എത്തരത്തിലുള്ള സൗകര്യങ്ങളാണ് ജമാഅത്തിന് നൽകിയിട്ടുള്ളത് എന്ന കാര്യത്തിൽ 20-30 വർഷങ്ങൾക്ക് മുമ്പ് ഇവയെക്കുറിച്ചുള്ള ചിന്ത പോലും ഇല്ലായിരുന്നു. पर करते हैं ചിലപ്പോൾ ഓരോ വർഷവും അള്ളാഹു നമുക്ക് അഹമ്മദിയത്തിന്റെ ചെടി अता നടപ്പെട്ട ഓരോ പുതിയ രാജ്യവും നൽകുന്നു എന്നതിൽ അവനെ സ്തുതിക്കുകയും നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. इस इल्हाम को നമുക്ക് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ देख रहे हैं ഞാൻ നിന്റെ തബ്ലീഗ് कि मैं तेरी ലോകത്തിന്റെ കോണുകളോളം എത്തിക്കുന്നതാണ് എന്ന വെളിപാട് പൂർത്തിയായതായി കാണുന്നു. पूरी तादाद में सईद रूहों को ചിലപ്പോൾ നാം ലക്ഷക്കണക്കിന് സത്യാത്മാക്കൾ അഹമ്മദിയത്ത് സ്വീകരിക്കുന്നതിൽ बजा रहे होते हैं कि एक तरफ तो मुखालफी നന്ദിയുടെ സുജൂദ് ചെയ്യുന്നവരാകുന്നു. बदतमीजी ഒരു ഭാഗത്ത് ശത്രുക്കൾ എതിർപ്പിന്റെ കൊടുങ്കാറ്റ് സൃഷ്ടിക്കുകയും ऐसे लोग भी पैदा हो रहे हैं എന്നാൽ അവരിൽ നിന്ന് തന്നെ कतराते मोहब्बत बक रहे हैं സ്നേഹത്തിന്റെ തുള്ളി ഇറ്റുവീഴുന്നവർ ഉണ്ടാകുന്നു. आ हजरत सल्लल्लाहु अलैहि वसल्लम के साथ അവർ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം दरूद भेज रहे हैं അങ്ങയുടെ സത്യപ്രേമിയിലും സലാം അയക്കുന്നു. उन्हें हक कबूल करने से ഒരു ദ്രോഹവും എതിർപ്പും അവരെ സത്യം സ്വീകരിക്കുന്നതിൽ നിന്ന് തടയാൻ കഴിയുന്നില്ല.
कि शायद गुज़श्ता सालों की निस्बत ഈ വർഷം ഒരുപക്ഷെ കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് ജലസയുടെ ഹാജർ നിലയെ സംബന്ധിച്ച് പകുതി ആളുകളെ ഉണ്ടാവൂ എന്ന ഭയമുണ്ടായിരുന്നു. लेकिन കാരണം സ്കൂൾ തുറന്നിരുന്നു, തിരക്കായിരുന്നു, മാതാപിതാക്കൾക്കും വരാൻ കഴിയില്ലായിരുന്നു. हमें എന്നാൽ അള്ളാഹു അസാധാരണമായ അനുഗ്രഹം നൽകി. जमात के अफराद നിങ്ങൾ ജമാഅത്തങ്ങളുടെ ആത്മാർത്ഥതയിലും കൂറിനെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയാണോ എന്നതിൽ നമ്മെ ലജ്ജിതരാക്കി. का हम शुक्र करें। ചുരുക്കത്തിൽ എങ്ങനെയെല്ലാമാണ് നാം അള്ളാഹുവിന് കൃതജ്ഞത പ്രകടിപ്പിക്കുക. ഓരോ ജോലിക്കാരും शुक्रगुजार है। ഓരോ പങ്കാളികളും जलसा हर लिहाज से कामयाब रहा। എല്ലാ നിലയിലും വിജയിച്ചു എന്നതിലും അള്ളാഹുവിന് നന്ദിയുള്ളവരാണ്. निस्बत ज्यादा മറിച്ച് ചിലർ എനിക്ക് എഴുതുന്നു, പറയുന്നു, കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ നല്ലതായി തോന്നി, ये किस तरह हो सकता എല്ലാ നിലയിലും കൂടുതൽ ഉത്തമമായി അനുഭവപ്പെട്ടു. है? हम अब्द शुक्र न ഇതെല്ലാം കണ്ടുകൊണ്ട് और फिर നാം നന്ദിയുള്ള ദാസരാകാതിരിക്കുക എങ്ങനെയാണ്? इस बात पर भी പിന്നീട് പൊതുവിൽ ജലസയിൽ പങ്കെടുത്ത എല്ലാവരും कि अमूमी तौर पर हर शामिल जलसा എല്ലാ അവസ്ഥയിലും की हालत में रहा ആരോഗ്യവാന്മാരായിരുന്നു, और खैरियत से अपने अपने घरों को वापस। സുഖമായി തങ്ങളുടെ വീടുകളിൽ എത്തി ये तो चंद बातें എന്നതിലും നാം അള്ളാഹുവിന് നന്ദിയുള്ളവരാണ്. तफसीलात में जाऊं तो ചില കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ പരാമർശിച്ചത്. फात के सवाल ഇവയുടെ വിശദീകരണത്തിലേക്ക് നാം കടക്കുകയാണെങ്കിൽ അതിന് ധാരാളം സമയം വേണ്ടിവരും, ധാരാളം പേജുകൾ നിറക്കാൻ സാധിക്കും നമ്മിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച്. शुक्रगुजार ചുരുക്കത്തിൽ करता है। അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ ഒരു ശൃംഖല തന്നെ शुक्रगुजारी നമ്മെ അള്ളാഹുവിന് വേണ്ടി നന്ദി പ്രകടിപ്പിക്കുന്നവരായി നിർബന്ധിതനാക്കുന്നു. गुजारी का वो मजमून है जो നമുക്ക് കൃതജ്ഞതയുടെ പാഠം നൽകുന്നു. कारकुनों के लिए भी है ഇത് സംഘാടകർക്കും और हर ജോലിക്കാർക്കും लिए भी है। ജലസയിൽ പങ്കെടുത്ത എല്ലാവർക്കും വേണ്ടിയുള്ള കൃതജ്ഞതയുടെ വിഷയങ്ങളാണ്. अब उसका हकीकी अब तो उसका हकीकी അള്ളാഹുവിന് നന്ദിയുള്ളവരാകുകയും അവന്റെ യഥാർത്ഥ ദാസരാകുകയും ചെയ്യുക. सिलसिला भी चलता है जो बंदों को ജലസയുടെ ദിനങ്ങളിൽ बंदों का शुक्रगुजार बनाने ദാസരെ ദാസരുടെ നന്ദിയുള്ളവരാക്കുന്ന കാര്യങ്ങളും അരങ്ങേറുന്നു. है और होना चाहिए। और इसमें അങ്ങനെ ഉണ്ടാകുന്നു, ഉണ്ടാകേണ്ടതുമാണ്. जो जलसे के काम कर रहे ഇതിൽ ജലസയിൽ ജോലി ചെയ്യുന്ന शामिल है। പുരുഷന്മാരും സ്ത്രീകളും ഉൾപ്പെടുന്നു. मुख्तलिफ शोबाजात के कारकुनान हैं जो हमारे मेहमानों के लिए ഇതിൽ വിവിധ വിഭാഗങ്ങളുടെ ജോലിക്കാരുണ്ട്. അവർ നമ്മുടെ അതിഥികൾക്കായി താമസത്തിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നു, मुहैया करते हैं, കുളിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നു, मुहैया करते हैं, ഗതാഗതത്തിനുള്ള സംവിധാനം ഒരുക്കുന്നു, की सहूलत भी मुहैया करते हैं, ഭക്ഷണം പാകം ചെയ്യുന്നതിനുള്ള സംവിധാനം ഒരുക്കുന്നു, सफाई का इंतजाम ഭക്ഷണം നൽകുന്നതിനുള്ള സംവിധാനവും ഒരുക്കുന്നു, ഭക്ഷണത്തിന് ശേഷമുള്ള വൃത്തിയാക്കലിനുള്ള സംവിധാനവും ഒരുക്കുന്നു, मुस्तैद रहती സുരക്ഷയുടെ സംവിധാനവും ഒരുക്കുന്നു. എല്ലാ സമയവും ഖുദ്ദാമുൽ അഹ്മദിയ ഇതിനായി സന്നദ്ധരായി നിൽക്കുന്നു. आने वाले मेहमानों के अलावा ഇത്തവണ പുതുതായി വന്ന അഹമ്മദികളും ചില രാജ്യങ്ങളിലെ വലിയ വ്യക്തിത്വങ്ങളും അടങ്ങിയ അതിഥികളെ കൂടാതെ कि अमूमी എല്ലാ വർഷവും വരുന്ന ചില അതിഥികളും പറഞ്ഞത് പൊതുവിൽ गुज़श्ता साल की ജൽസ സാലാനയുടെ സംവിധാനം इस पे हम കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വളരെ ഉത്തമമായിരുന്നു എന്നാണ്. उन कारकुनों അതിൽ നാം അള്ളാഹുവിനോട് കൃതജ്ഞതയുള്ളവരാണ്. बनाने में अपना किरदार ഇതിനെ ഉത്തമമാക്കുന്നതിൽ മഹത്തായ സേവനങ്ങൾ നൽകിയ ജോലിക്കാരോടും കൃതജ്ഞതയുള്ളവരാണ്. काफी बेहतरी मुख्तलिफ शोबाजात में हिस्सा लाई। വിവിധ വിഭാഗങ്ങൾ വളരെ മേന്മ ഈ വർഷം കരസ്ഥമാക്കുകയുണ്ടായി. ഇതാണ് നമ്മുടെ പ്രത്യേക അടയാളമാകേണ്ടത്. हर साल बेहतरी हो। അതായത് നമ്മുടെ സംവിധാനത്തിൽ ഓരോ വർഷവും മേന്മ ഉണ്ടാകേണ്ടതാണ്, പുരോഗതി ഉണ്ടാകേണ്ടതാണ്. മനുഷ്യ പ്രയത്നത്തിൽ 100% പെർഫെക്ഷൻ വരുന്നതാണ് दुरुस्तगी आ जाएगी, बेहतरीन हो सकते हैं 100%। എന്ന് ജാമ്യം നൽകാൻ കഴിയില്ല. और कोई इंसान 100% कामिल नहीं हो सकता। ഉത്തമമാകും എന്ന് പറയാനും കഴിയില്ല. जो आ हजरत सल्लल्लाहु अलैहि वसल्लम की जात है, कोई ऐसा इंसान पैदा നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ വ്യക്തിത്വമല്ലാതെ മറ്റൊരു മനുഷ്യനും പരിപൂർണനാകാൻ കഴിയില്ല എന്നതുപോലെ कि अल्लाह ताला ने मुझे അങ്ങേ കൂടാതെ इन मामलात में तो പരിപൂർണനായ മറ്റൊരു മനുഷ്യനും ജനിച്ചിട്ടില്ല. उन दुनियावी मामलात में नहीं जिनमें उसने എന്നാൽ नहीं फरमाई। ആ മഹാത്മാവ് പറയുന്നു, അള്ളാഹു എന്നെ ദീനീ കാര്യങ്ങളിൽ പരിപൂർണനാക്കിയിരിക്കുന്നു. कमियां और എന്നാൽ तो होंगी, ഭൗതിക കാര്യങ്ങളിൽ അവൻ എനിക്ക് മാർഗദർശനം നൽകിയിട്ടില്ല. कमियों की इस्लाह के लिए तैयार रहें। അതിനാൽ ഒരു മനുഷ്യനാണ് എന്ന കാരണത്താൽ നമ്മുടെ പ്രവർത്തനങ്ങളിൽ ന്യൂനതയും ബലഹീനതയും ഉണ്ടാകുന്നതാണ്. എന്നാൽ നാം ന്യൂനതയുടെയും ബലഹീനതയുടെയും സമുദ്ധാരണത്തിനായി തയ്യാറാവുകയാണെങ്കിൽ എപ്പോഴും പുരോഗതിയിലേക്ക് നാം മുന്നേറുന്നതായിരിക്കും. हम बहुत आला मयार के लगते हैं,
लेकिन हमें एहसास होना चाहिए ലോകത്തിന് നമ്മുടെ പ്രവർത്തനങ്ങൾ ഉന്നത നിലവാരത്തിലുള്ളതായി തോന്നുന്നു. नाइजीरिया से आए हुए एक चीफ ने എന്നാൽ മേന്മയുടെ സാധ്യത എപ്പോഴും ഉണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. जलसे का एक आर्जी इंतजाम होता है, पूरा शहर നൈജീരിയയിൽ നിന്ന് വന്ന ഒരു ചീഫ് എന്നോട് പറഞ്ഞു, और हो ही नहीं सकती थी ജൽസയ്ക്ക് വേണ്ടി താൽക്കാലികമായി ഉണ്ടാക്കുന്ന ഈ സംവിധാനങ്ങളിൽ मान के ഒരു മുഴുവൻ പട്ടണവും തയ്യാറാക്കുന്നതിൽ ഇതിനേക്കാൾ ഉത്തമം അസാധ്യമാണ് कि महज और महज ഇങ്ങനത്തെയുള്ള അവസരങ്ങളിൽ. उसके फजल से എന്നാൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ മാത്രം मान हमसे खुश गया है, അതിഥികൾ നമ്മിൽ സന്തോഷിതരായിട്ടാണ് മടങ്ങിയത് എന്നതിൽ അവരോടും കൃതജ്ഞതയുള്ളവരാണ്. जो हमने हासिल कर ली. അള്ളാഹുവിനോടും കൃതജ്ഞതയുള്ളവരാണ്. നാം കരസ്ഥമാക്കിയത് പരമസീമയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എന്നാൽ നമ്മുടെ പ്രയത്നം इस मर्तबा गैर मुल्की मेहमानों को ഏറ്റവും ഉത്തമമായതിലേക്കാകുന്നു, താഴേക്കല്ല. मेहमानों की भी थी, उनको जामिया ഇത്തവണ വിദേശ അതിഥികളെ, അതിൽ അധികവും അനഹമ്മദി അതിഥികളായിരുന്നു, किराए पर जगह लेने അവരെ യുകെയിലെ ജാമിയ അഹമ്മദിയയുടെ പുതിയ കെട്ടിടത്തിലാണ് താമസിപ്പിച്ചിരുന്നത്. की नई इमारत भी വാടകയ്ക്ക് സ്ഥലം എടുക്കുന്നതിനും खरीदी गई है. ഹോട്ടൽ തയ്യാറാക്കി കൊടുക്കുന്നതിനും പകരം യുകെ ജാമിയ അഹമ്മദിയയുടെ കെട്ടിടവും कि കുറച്ച് മാസങ്ങൾക്ക് जगह के लिहाज से भी മുമ്പാണ് പുതുതായി വാങ്ങിയത്. खूबसूरत मुकाम पे വിശാലമായ താമസ കെട്ടിടമാണെന്നത് കൂടാതെ വളരെ മനോഹരമായ സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. आने वाले उनको मैं कहा करता हूँ കുന്നുകൾക്ക് മുകളിൽ വനത്തിനടുത്ത്. एक പുറത്തുനിന്ന് വരുന്നവരോട് ഞാൻ പറയുന്നു, പോയി കാണുക, ജമാഅത്തിന്റെ നല്ലൊരു സമ്പത്താണിത്. जगह देखता है എന്നാൽ ജനവാസത്തിന്റെ അടുത്തുമാണ്. ആ സ്ഥലം കാണുന്നവർ പ്രശംസിക്കാതിരിക്കില്ല. जो अल्लाह ताला ने इस साल जमात ഇതും ഈ വർഷം അള്ളാഹു ജമാഅത്തിന് നൽകിയ അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒന്നാണ്. गैर मामूली तौर पर അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അസാധാരണമായ നിലയിൽ കുറഞ്ഞ വിലക്ക് നമുക്ക് ഈ സ്ഥലം ലഭിക്കുകയുണ്ടായി. जगह जो थी होटल के तौर पर और इसी तरह मुख्तलिफ कॉन्फ्रेंस के लिए भी ഈ സ്ഥലം ഹോട്ടലായിട്ടും വിവിധ കോൺഫറൻസുകൾക്കായിട്ടും ഉപയോഗിച്ചിരുന്നതാണ്. അതുകൊണ്ട് मकसद को भी താമസത്തിന് വേണ്ടിയുള്ള നമ്മുടെ ഉദ്ദേശത്തെ ഉത്തമമായ നിലയിൽ അത് പൂർത്തിയാക്കുകയുണ്ടായി. हमारे तमाम गैर जमात मोअज़्ज़ज़ मेहमान ഏതായാലും मुल्कों के वज़ीर നമ്മുടെ എല്ലാ അഹമ്മദി അതിഥികളും यहाँ ठहरे. അതിൽ ചില രാജ്യങ്ങളുടെ മന്ത്രിമാരും ഉണ്ടായിരുന്നു. അവിടെ തങ്ങി इन मोअज़्ज़ज़ സംവിധാനത്തെയും വളരെ പ്രശംസിക്കുകയുണ്ടായി. असरात ने मुझे ये भी कहा ഈ ബഹുമാനിരായ അതിഥികൾ लेकर തങ്ങളുടെ പ്രതികരണമായി എന്നോട് പറഞ്ഞത്, आ रहा था ജൽസാഗാഹിൽ വെള്ളം കുടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി മുതൽ जब हमने വലിയവർ വരെ എല്ലാവരെയും ഞാൻ खुशमिजाज അല്ലെങ്കിൽ ഞങ്ങൾ സേവനത്തിനായി സന്നദ്ധരും लोगों के तासुरात പ്രസന്നരുമായി കാണുകയുണ്ടായി. कारकुनान को भी ഇതാണ് അവരുടെ പ്രതികരണങ്ങൾ. का शुक्रगुजार होना ജോലിക്കാരും कि ഈ അതിഥികളോട് കൃതജ്ഞതയുള്ളവരാകേണ്ടതാണ്. चाहिए. കാരണം അവർ में कुछ न कुछ कमजोरियां तो होती हैं. നന്മകൾ മാത്രമാണ് കണ്ടത്. मेहमानों की वसअत हौसला है कि उन्होंने എല്ലാവരിലും എന്തെങ്കിലും ന്യൂനതകൾ ഉണ്ടാകാറുണ്ട്. मेजबानों का शुक्रिया असल में अदा किया അവർ തങ്ങളുടെ ആതിഥേയരുടെ കൃതജ്ഞത और शुक्रिया के इंतहाई जज्बात के साथ इजहार ഉത്തമമായ നിലയിൽ പ്രകടിപ്പിച്ചു എന്നതും അതിഥികളുടെ പ്രോത്സാഹനത്തിന്റെ വിശാലതയാണ്. गैर जमात അങ്ങേയറ്റം വികാരത്തോടു കൂടിയാണ് അവർ നന്ദി പറഞ്ഞത്. जलसा के माहौल लोगों के हुस्न എന്നത്തെയും പോലെ അനഹമ്മദി അതിഥികൾ നമ്മുടെ വ്യവസ്ഥിതിയിലും ജലസയുടെ അന്തരീക്ഷത്തിലും ജനങ്ങളുടെ സൽപെരുമാറ്റത്തിലും വളരെയധികം സ്വാധീനിക്കപ്പെടുന്നു. ഈ വർഷവും അങ്ങനെ തന്നെയാണ്. शुक्र हमें ഇക്കാര്യത്തിലും चाहिए. അള്ളാഹുവിന് നന്ദി പറയുന്നതിനോടൊപ്പം वहाँ ഞാനും പറയാറുണ്ട്, भी शुक्रिया ഓരോ അഹമ്മദിയും പറയേണ്ടതാണ്, हर शामिल जलसा ജോലിക്കാർക്കും ജലസയിൽ പങ്കെടുക്കുന്നവർ നന്ദി പറയേണ്ടതാണ്. ഞാനും അവർക്ക് നന്ദി പറയുകയാണ്. അവർ രാത്രിയും പകലും ഒന്നാക്കി ഈ ജലസയുടെ സംവിധാനത്തെ ഉത്തമമായ നിലയിൽ നടത്തുകയും പൂർത്തിയാക്കുകയും ചെയ്തു. അള്ളാഹു ഇവർക്കെല്ലാവർക്കും ഉത്തമമായ പ്രതിഫലം നൽകട്ടെ. अमूमी तौर पर അതുപോലെ को പൊതുവിൽ സംഘാടകർ जलसा ജലസയിൽ പങ്കെടുത്ത तो हर शामिल जलसा का भी शुक्र എല്ലാവരോടും കൃതജ്ഞത ഉണ്ടായിരിക്കേണ്ടതാണ്. जलसे के मकसद को समझा അവർ ജലസയുടെ ഉദ്ദേശത്തെ മനസ്സിലാക്കുകയും और इंतजामिया से ജോലിക്കാരോട് സംഘാടകരോടും സഹകരിക്കുകയും ചെയ്തു. ये सारा निजाम खूबसूरती से ഈ എല്ലാ സംവിധാനവും സുന്ദരമായ നിലയിൽ യാതൊരു വലിയ പ്രശ്നവുമില്ലാതെ നടക്കുന്നതിന് വേണ്ടി मेहमानों ने आम मेहमानों ने इस സാധാരണ അതിഥികൾ मौके की अमूमी तारीफ की है. ഇത്തവണ പൊതുവിൽ गुस्ल खानों പ്രശംസിച്ച കാര്യങ്ങളിൽ सफाई കുളിമുറി മുതലായവയുടെ
വൃത്തിക്കായി നല്ല സംവിധാനമായിരുന്നു എന്നതാണ്. पानी की सहूलत भी मुझे अक्सर ने അധികം പേരും എഴുതിയിരുന്നത് अच्छी थी। കുളിമുറിയിൽ കുളിക്കുന്നതിനായി ചൂടുവെള്ളത്തിനുള്ള നല്ല സംവിധാനം ഏർപ്പെടുത്തിയിരുന്നു. से नहाते थे और सर्दी लगती थी। മുൻപ് ठंड के बावजूद ചൂടുകാലത്തും തണുത്ത വെള്ളത്തിൽ കുളിക്കേണ്ടി വരികയും തണുപ്പ് അനുഭവപ്പെടുകയും ചെയ്യുമായിരുന്നു. എന്നാൽ ഇത്തവണ തണുപ്പായിരുന്നിട്ട് കൂടി ചൂടുവെള്ളം കാരണത്താൽ നല്ലതുപോലെ കുളിക്കാൻ കഴിഞ്ഞു എന്നാണ്. इस मर्तबा इस पर खास तवज्जो अफसर जलसा सलाना ने दी थी। വൃത്തിയുമായി ബന്ധപ്പെട്ട് ഒരു വ്യത്യസ്തവും ഉത്തമവുമായ സംവിധാനം തന്നെ ഒരുക്കുന്നതിനായി ഇത്തവണ उन्होंने किया था। ജൽസ സാലാനയുടെ ഓഫീസർ പ്രത്യേക ശ്രദ്ധ നൽകിയിരുന്നു. जलसागाह ഇത് പ്രാവർത്തികമാക്കിയപ്പോൾ അൽഹംദുലില്ലാ അത് വിജയകരവുമായി. में तौर पर लोगों ने മറ്റൊരു കാര്യം ജൽസഗാഹിൽ ശബ്ദത്തെ സംബന്ധിച്ച് പൊതുവിൽ എല്ലാവരും അഭിനന്ദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. जो इंतहाई अहमियत ശബ്ദം എത്തിക്കുക എന്നത് अगर यही सही അത്യന്തം പ്രാധാന്യം അറിയിക്കുന്ന ഒരു സംവിധാനമാണ്. जलसे पर आने का मकसद बहुत അഥവാ ഇത് ശരിയായില്ലെങ്കിൽ ജലസയിൽ വരുന്നതിന്റെ ഉദ്ദേശം നഷ്ടമാകുന്നു. अल्लाह और रसूल की बातें सुनने के लिए लोग आते കാരണം അള്ളാഹുവിന്റെയും റസൂലിന്റെയും കാര്യങ്ങൾ കേൾക്കുന്നതിനായിട്ടാണ് ജനങ്ങൾ ഇവിടെ വരുന്നത്. അതില്ലായെങ്കിൽ പിന്നെ വെറും ബഹളം മാത്രമായിരിക്കും ഉണ്ടാവുക, മേള മാത്രമായിരിക്കും. हैं। तौर पर इस निजाम के പുരുഷന്മാരുടെ ഭാഗത്ത് നിന്ന് പന്തലിന്റെ പ്രധാന ഭാഗത്ത് പൊതുവിൽ ഈ സംവിധാനം തൃപ്തികരമായിരുന്നു എന്ന അറിവാണ് ലഭിച്ചത്. कोई शिकायत तो नहीं पहुंची। സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ പരാതികൾ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല എങ്കിലും गया हूं സ്ത്രീകളുടെ സെഷനിൽ ഞാൻ സ്വയം അവിടെ പോയപ്പോൾ സ്റ്റേജിൽ ശബ്ദം എത്തിക്കുന്നുള്ള സംവിധാനം വളരെ മോശമായിരുന്നു. इतना समझ नहीं आई। തിലാവത്തും നസവും എനിക്ക് ശരിക്കും മനസ്സിലാക്കാൻ പോലും കഴിഞ്ഞില്ല. ഇതിലേക്ക് ഭാവിയിൽ സംഘാടകർ ശ്രദ്ധിക്കേണ്ടതാണ്. में से एक शिकायत അതുപോലെ പുരുഷന്മാരുടെ സ്റ്റേജിൽ ഇരുന്നവരിൽ നിന്ന് ഒരു പരാതി എനിക്ക് ലഭിച്ചിരുന്നു. बात तक ചില പ്രഭാഷണങ്ങളുടെ ശബ്ദം സ്റ്റേജിൽ ശരിക്കു വരുന്നില്ല എന്ന്. ये भी लिख दिया कि शायद मेरे പരാതി പറയുന്ന ആൾ मेरा ख्याल है कान ഒരുപക്ഷെ എന്റെ ചെവിയുടെ പ്രശ്നമായിരിക്കാം എന്നും എഴുതിയിരുന്നു. എന്നാലും എന്റെ അഭിപ്രായത്തിൽ ചെവിയുടെ കുഴപ്പമല്ല, സ്റ്റേജിൽ എന്തായാലും സംവിധാനം ശരിയാകാറില്ല. ये मार्की से बाहर എപ്രകാരം പന്തലിന്റെ മറ്റു ഭാഗങ്ങളിലും जाती है। പുറത്തും स्टेज पर നല്ല ശബ്ദം എത്തിക്കുന്നതിനായി ശ്രമിക്കുന്നുവോ इंसाफ होना चाहिए। സ്റ്റേജിലും നല്ല ശബ്ദത്തിനുള്ള സംവിധാനം ഒരുക്കേണ്ടതാണ്. वो मरकजी नुमाइंदों को അങ്ങനെ സംവിധാനം ചെയ്യാൻ പറ്റില്ല എങ്കിൽ स्टेज पर बिठाया जाता है, ये भी ना बिठाया करें फिर। സ്റ്റേജിൽ ഇരുത്തുന്ന 250-300ഓളം വരുന്ന കേന്ദ്ര പ്രതിനിധികളെ इसी तरह സ്റ്റേജിൽ ഇരുത്തരുത്, ഇവിടെ മുന്നിലിരുന്നു കൊണ്ട് നല്ലപോലെ കേൾക്കട്ടെ. അതുപോലെ കുട്ടികളുടെ പന്തലിൽ കുറഞ്ഞത് ഒരു ഭാഗത്ത് सुनना चाहते हों കേൾക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളുടെ മാതാക്കൾക്ക് കേൾക്കാൻ പറ്റിയ തരത്തിലുള്ള നല്ല ശബ്ദത്തിനുള്ള സംവിധാനവും ചെയ്യേണ്ടതാണ്. समझ नहीं आती। ശബ്ദം ഒട്ടും മനസ്സിലാകുന്നില്ല എന്ന് പൊതുവിൽ പരാതി ഉണ്ടാകാറുണ്ട്. बेहतर और ऊंची की ചിലപ്പോൾ ബഹളം കാരണത്താലും. എന്നാൽ ലൗഡ് സ്പീക്കറിന്റെ ശബ്ദം ഉച്ചത്തിലാക്കാൻ കഴിയുന്നതാണ്. अगर അതിനുവേണ്ടി ടെക്നിക്കൽ സഹായം സ്വീകരിക്കേണ്ട ആവശ്യമുണ്ട്. ज़िम्नन ये भी जिक्र कर അത് ഏതെങ്കിലും ടെക്നിക്കൽ പ്രൊഫഷണലിൽ നിന്ന് കരസ്ഥമാക്കേണ്ടതാണ്. की तरफ मैंने तवज्जो दिलाई। അത് സംബന്ധിച്ച് ഞാൻ ഒരു കാര്യം കൂടി പരാമർശിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാനഡ ജലസയിൽ ശബ്ദ സംവിധാനത്തിലേക്ക് ഞാൻ ശ്രദ്ധ ക്ഷണിച്ചിരുന്നു. होता है ഇതിന്റെ അവസരത്തിൽ ജലസ നടക്കുന്ന അതേ ഹാളിൽ തന്നെ അവർ പെരുന്നാളിനുള്ള സംവിധാനം ഒരുക്കിയിരുന്നു. इतला आई है और അവിടെ നിന്ന് ജനങ്ങളിൽ നിന്നും अल्लाह ताला സംഘാടകരിൽ നിന്നും എനിക്ക് ലഭിച്ച വിവരം इस निजाम में അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അവരുടെ സംവിധാനത്തിൽ വളരെ പുരോഗതി ഉണ്ടായിട്ടുണ്ട് എന്നാണ്. फीसद ഏകദേശം वो सब 90-95% ഇത് ശരിയായി കഴിഞ്ഞു. सिर्फ इसलिए कि कहने की वजह से പറഞ്ഞതുകൊണ്ട് മാത്രമാണ് पैदा हुई സംഘാടകർ ഇതിലേക്ക് ശ്രദ്ധിച്ചത്. नहीं हो रही थी। അത് മുമ്പുണ്ടായിരുന്നില്ല. प्रोफेशनल्स के അവർ കൂടുതൽ നല്ല പ്രൊഫഷണലിനെ കൊണ്ട് ഇത്തവണ പണിയെടുപ്പിച്ചു. बस आवाज का അതവർക്ക് ഗുണകരവുമായി. बहुत अहम शोबा है। ചുരുക്കത്തിൽ ശബ്ദത്തിന്റേത് വളരെ സുപ്രധാന വിഭാഗമാണ്. हमें बहुत जोर देना ശബ്ദത്തിന്റെ ഗുണത്തിലും और कभी भी കൂടുതൽ ഊന്നൽ നൽകേണ്ടതാണ്. होना चाहिए। ഒരിക്കലും ഇതിൽ കോംപ്രമൈസ് ചെയ്യരുത്. कमी को भी दूर करने की कोशिश करनी चाहिए। നിസ്സാര ന്യൂനതയെയും ദൂരീകരിക്കാൻ ശ്രമിക്കേണ്ടതാണ്. पहले मैं कनाडा का इसलिए जिक्र कर दिया कि दो दफा उनका जिक्र കാനഡയെക്കുറിച്ച് ഞാൻ പരാമർശിച്ചതിന് കാരണം इंसामिया काफी 2 തവണ അവരുടെ പരാമർശം കുത്തുബളിൽ വന്നിട്ടുണ്ട്. अच्छा काम किया उनकी, തൽഫലമായി സംഘാടകർ വളരെ അസ്വസ്ഥരായിരുന്നു. ഇത്തവണ അവർ നല്ല കാര്യം ചെയ്തു, അതിനെ അഭിനന്ദിക്കേണ്ടതുമാണ്. लेकिन बाज दफा ഭക്ഷണത്തിനെക്കുറിച്ചുള്ള സംവിധാനവും പൊതുവിൽ നല്ലതായിരുന്നു. എന്നാൽ ചിലപ്പോൾ खेप ने खाना खा लिया ഭക്ഷണം താമസിച്ചിരുന്നു എന്നെനിക്ക് അറിവ് ലഭിച്ചിട്ടുണ്ട്. में ചിലർ ഭക്ഷണം കഴിഞ്ഞിട്ടും മറ്റു ചിലർക്ക് ഭക്ഷണം എത്തുന്നതിൽ താമസം നേരിട്ടു. जो भी वजह थी इसको തയ്യാറായിട്ടില്ലായിരിക്കാം. तो इस बारे में എന്തു കാരണമായാലും तहकीक भी करनी चाहिए क्यों ऐसा हुआ। ജൽസ സാലനയുടെ ഓഫീസർക്ക് ഇതിനെ സംബന്ധിച്ച് അന്വേഷിക്കേണ്ടതാണ്. वाले तो उसी वक्त ही खाना എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് नवाजी का हक अदा कर सकते हैं जब അതിലേക്ക് ശ്രദ്ധിക്കേണ്ടതുമാണ്. खिलाने को വിതരണം ചെയ്യുന്നതിനായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഭക്ഷണം നൽകുന്നവർക്ക്
ഭക്ഷണം നൽകാനും അതിഥികളുടെ അവകാശം പൂർത്തിയാക്കാനും കഴിയുകയുള്ളൂ. പാവം യുവാക്കളായ വിതരണക്കാർക്ക് ചിലപ്പോൾ ഇക്കാരണത്താൽ അതിഥികളുടെ മുന്നിൽ ലജ്ജിക്കേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ ഭക്ഷണം വിതരണം ചെയ്യുന്ന പന്തലിനെ കുറിച്ച് പരാതിയൊന്നും വന്നിട്ടില്ല. എന്നാൽ ഒരു ദിവസം ഭക്ഷണം വിതരണം ചെയ്യുന്ന സമയത്ത് പരിശോധനയ്ക്കായി ഞാനവിടെ സ്വയം എത്തിയിരുന്നു. അവിടെ ഞാൻ കണ്ടത് തിരക്കുള്ള സമയത്ത് വളരെ ബുദ്ധിമുട്ടിയാണ് ആളുകൾ ഭക്ഷണം കഴിച്ചിരുന്നത്. പരസ്പരം കുടുങ്ങിക്കിടക്കുകയായിരുന്നു. സ്ഥലം പരിമിതമായിരുന്നു. ഇത്തരം പരിമിതമായ സ്ഥലങ്ങളിൽ കറിയും മറ്റും മറ്റുള്ളവരുടെ വസ്ത്രങ്ങളിൽ വീഴുന്നുള്ള സാധ്യതയും വർദ്ധിക്കുന്നു. അപ്പോൾ ഒരു കക്ഷിക്ക് ലജ്ജിതരാകേണ്ടി വരുന്നതിനോടൊപ്പം തന്നെ അവിടെ ചിലപ്പോൾ ചില പ്രശ്നങ്ങളും ഉണ്ടാകാം. അതിനാൽ സംഘാടകർ ഇത് നോട്ട് ചെയ്യുക. ഭാവിയിൽ ഭക്ഷണ പന്തൽ വലുതാകേണ്ടതാണ്, വിശാലമാകേണ്ടതാണ്. അതിഥികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ലാഭം കൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനവുമില്ല. അങ്ങനെ ലാഭിക്കാനും പാടില്ല. ലജനയുടെ ഭാഗത്തു നിന്നും പൊതുവിൽ വളരെ നല്ല റിപ്പോർട്ടാണ് ലഭിച്ചിട്ടുള്ളത്. എന്നാൽ ലജനകളുടെ ആതിഥ്യത്തിനുള്ള ഒരു പ്രത്യേക ശോഭ, ഒരു വിഭാഗം തബ്ഷീറിന്റെ കീഴിലുള്ള അതിഥികളെ സൽക്കരിക്കുന്ന പ്രത്യേക വിഭാഗം, അത് ഒരു തരത്തിൽ കേന്ദ്ര സംവിധാനമായിരുന്നു. പ്രാദേശിക ലജനകളാണെന്ന് പറയാൻ കഴിയില്ല. അതിനെ സംബന്ധിച്ച് എനിക്ക് ലഭിച്ച റിപ്പോർട്ട് അവർ വളരെ കഠിനമായും മോശമായും പെരുമാറി എന്നാണ് വിദേശ അതിഥികളോട്. അറബികളിൽ നിന്ന് പ്രത്യേകിച്ച് ഈ പരാതി വന്നിട്ടുണ്ട്. തബ്ഷീറിന്റെ ക്ഷണമുള്ളപ്പോൾ ഭക്ഷണം കഴിക്കാൻ വന്നവരെ തടയുന്നു, അവർക്ക് ഭക്ഷണം നൽകിയില്ല എന്നെല്ലാം. സിംഗപ്പൂരിൽ നിന്ന് ഒരു അതിഥി വന്നിരുന്നു. അന്നേരമാണ് അവർ എത്തിയത്. അതോ മറ്റെന്തോ കാരണത്താൽ അവരുടെ കയ്യിൽ വിലറുള്ള ഒരു ബാഗ് ഉണ്ടായിരുന്നു. അവരോട് മോശമായി പെരുമാറുകയുണ്ടായി. സാവധാനം പറഞ്ഞ് മനസ്സിലാക്കാമായിരുന്നു. അഥവാ തടയണമെങ്കിൽ മാന്യമായ നിലയിൽ അകത്തേക്ക് കൊണ്ടുവരാൻ പറ്റില്ല, ഒരു ഭാഗത്ത് വെക്കണമെന്ന് പറയാമായിരുന്നു, അല്ലെങ്കിൽ വെപ്പിക്കാമായിരുന്നു. എന്തായാലും ഇതിൽ ജൽസ സാലാനയുടെ സംഘാടകരെക്കാൾ കൂടുതൽ തബ്ഷീറിന്റെ തെറ്റാണ്. അതിനാൽ ഇവർ ഇത് സംബന്ധമായി അവരോട് ക്ഷമ ചോദിക്കേണ്ടതാണ്, ഇസ്തിഗ്ഫാർ ചെയ്യേണ്ടതാണ്. അറബികൾക്ക് പ്രത്യേകിച്ച് ഭാഷയുടെ പ്രശ്നമുണ്ടാകും. അല്ലെങ്കിൽ സിംഗപ്പൂർ, ഇന്തോനേഷ്യ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും വരുന്നവർക്കും മറ്റ് അതിഥികൾക്കും, പുരുഷന്മാർക്കും സ്ത്രീകൾക്കും, അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രങ്ങളിൽ നിന്ന് വരുന്നവർക്കും എല്ലായിടത്തും ഭാഷ പ്രശ്നമാണ്. അവിടെ വളരെ സൂക്ഷ്മതയുടെ അത്യാവശ്യമുണ്ട്. മുൻപ് ധാരാളം ഉണ്ടാകാറുണ്ടായിരുന്ന പരാതി ഇത്തവണ ഒന്നോ രണ്ടോ ഉള്ളൂ. അതായത് ചില മാതാക്കൾ തങ്ങളുടെ കുട്ടികളെ പ്രധാന പന്തലിൽ കൊണ്ടുവരുമ്പോൾ മാതാക്കളെ തടയുന്നതിനു പകരമായി വാളണ്ടിയേഴ്സ് കുട്ടികളെ പിടിച്ചു വലിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുന്നു. ഇത് വളരെ തെറ്റായ നടപടിക്രമമാണ്. ഇത് കുട്ടികളെ മുഴുവൻ ആയുസ്സിലും ഭയപ്പെടുത്തുന്ന കാര്യമാണ്. അതുപോലെ പിന്നീട് ജലസയോട് വെറുപ്പ് ജനിപ്പിക്കുന്നത് കാര്യവുമാണ്. 5-6 വയസ്സുള്ള കുട്ടികൾ പ്രധാന പന്തലിൽ വന്നാൽ തന്നെയും ഒരു പ്രശ്നവുമില്ല. പൊതുവിൽ ആ പ്രായത്തിലുള്ള കുട്ടികൾ ബഹളം വെക്കാറില്ല. മാതാക്കൾ പറഞ്ഞാൽ 1-2 ഒഴിച്ച് ബാക്കി എല്ലാവരെയും നിയന്ത്രിക്കാൻ കഴിയും. പ്രത്യേകിച്ച് പെൺകുട്ടികൾ വളരെ മാന്യത കാണിക്കുന്നു. ഏതായാലും അതിനുശേഷവും അവരിൽ നിന്ന് ബഹളം കേട്ടാൽ സാവധാനത്തിൽ കുട്ടികളെയും കൊണ്ട് പുറത്തു പോകുക എന്ന് മാതാക്കളോട് പറയുക. ഡ്യൂട്ടിയിലുള്ളവർ കുട്ടികളുടെ മേൽ യാതൊരു ബലപ്രയോഗവും നടത്താൻ പാടില്ല. എല്ലാ അവസ്ഥയിലും എല്ലാ സ്ഥലത്തും നമ്മുടെ ഉന്നത ധാർമ്മിക ഗുണത്തിന്റെ നിലവാരമാണ് കാണിക്കേണ്ടത്. ബന്ധപ്പെട്ട എല്ലാ വിഭാഗവും തങ്ങളുടെ ന്യൂനതയെ മനസ്സിലാക്കുക, പിന്നീട് അതിനെ നോട്ട് ചെയ്യുക, റെഡ് ബുക്കിൽ രേഖപ്പെടുത്തുക. പിന്നീട് ഭാവിയിൽ ജൽസ സാലാനയുടെ സംവിധാനങ്ങൾ ഒരുക്കുമ്പോൾ ഇവയെ മുന്നിൽ വെക്കുക. കാരണം ഇത്തരത്തിലുള്ള നിസ്സാര സൂക്ഷ്മതയില്ലായ്മ നല്ല പ്രവർത്തനത്തെയും നശിപ്പിക്കുന്നു. പുരോഗതി കൈവരിക്കണമെങ്കിൽ ഗൌരവപൂർവം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിശ്ചയമായും നമുക്ക് പുരോഗതി കൈവരിക്കേണ്ടതുണ്ട്. സംഘാടകർ ഇക്കാര്യത്തിലേക്ക് ശ്രദ്ധിക്കേണ്ടതാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ലോകത്ത് നിന്ന് ജലസയുടെ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന കത്തുകളിൽ ലോകത്തുള്ള എല്ലാ അഹമ്മദികളും MTA ജോലിക്കാരോട് വളരെയധികം കൃതജ്ഞതയുള്ളവരാണ്. ഇവർ കാരണത്താലാണ് അവർക്ക് ജലസയിൽ ഭാഗവാക്കാകാനും മറ്റു പരിപാടികൾ ദർശിക്കാനും അവസരം ലഭിച്ചത്. ഇത്തവണ ജൽസയുടെ പരിപാടികളല്ലാതെയുള്ള പരിപാടികൾ, അതായത് ജൽസയുടെ ഇടവേളകളിൽ ഉണ്ടാകുന്ന പരിപാടികൾ, അതിന്റെ നിലവാരത്തെയും വിഷയത്തെയും
ജനങ്ങൾ വളരെയധികം പ്രശംസിച്ചിട്ടുണ്ട്. कहते हैं बड़े मुतनव्वे किस्म ഞാൻ കണ്ടിട്ടില്ല, प्रोग्राम थे, എന്നാലും റെക്കോർഡിംഗ് കാണാമെന്ന് വിചാരിക്കുന്നു. बहुत अच्छा था. പറയുന്നു, വളരെ ഉപകാരപ്രദമായ പരിപാടിയായിരുന്നു, बनाने वालों നിലവാരവും ഉയർന്നതായിരുന്നു. അള്ളാഹു പരിപാടികൾ തയ്യാറാക്കിയ എല്ലാവർക്കും, പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രതിഫലം നൽകുമാറാകട്ടെ. അവർ ഈ ദിനങ്ങളിൽ MTA അഹമ്മദിയ ലോകത്തെ रखने की कोशिश MTA പറ്റിപ്പിടിച്ചു നിർത്തുന്നതിനായി ശ്രമിക്കുകയുണ്ടായി. भी अपने MTA അൽ അറബിയായും തത്സമയ പരിപാടികൾ നൽകിക്കൊണ്ടിരുന്നു. അതിന്റെയും വളരെ നല്ല പ്രഭാവമാണ് ഉണ്ടായത്. MTA को ഞാൻ പറഞ്ഞതുപോലെ ഇത്തവണ से भी वसत दी. MTA ഇന്റർനെറ്റുമായും വിശാലത നൽകപ്പെട്ടു. റിപ്പോർട്ട് അനുസരിച്ച് 3 लाख अफराद से ज्यादा ने 3 ലക്ഷത്തിലധികം പേർ से ഇന്റർനെറ്റിലൂടെ ജലസയുടെ പരിപാടികൾ കാണുകയുണ്ടായി. बहरहाल मजमूई तौर पर अल्लाह ताला के बेशुमार फजल और एहसान ഏതായാലും മൊത്തത്തിൽ അള്ളാഹുവിന്റെ അനവധി കാരുണ്യങ്ങളും അനുഗ്രഹങ്ങളും ഉണ്ടായി. महसूस किया, जैसा कि मैंने कहा. और दुनिया में ഞാൻ പറഞ്ഞതുപോലെ ജലസയുടെ അനുഗ്രഹങ്ങളെ ഇവിടെ പങ്കെടുത്തവരും അനുഭവിച്ചറിഞ്ഞു. ലോകത്തുള്ള MTA-യും ഇന്റർനെറ്റ് മുഖേന പങ്കെടുത്തവരും അനുഭവിച്ചറിഞ്ഞു. അള്ളാഹു ഈ അനുഗ്രഹങ്ങളെ എപ്പോഴും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുമാറാകട്ടെ. गुजार होते हैं. നമ്മെ അവന്റെ യഥാർത്ഥ നന്ദിയുള്ള ദാസരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഈ അനുഗ്രഹങ്ങൾ എന്നെന്നും നിലനിൽക്കുന്നതാകട്ടെ. बरकत लाने वाला हो. അടുത്ത വർഷത്തെ ജലസ സാലാന ഇതിനേക്കാൾ കൂടുതൽ അനുഗ്രഹങ്ങൾ കൊണ്ടുവരുന്നതുമാകട്ടെ. बहुत दुआओं की जरूरत है आजकल. ഇസ്ലാമിക ലോകത്തിനു വേണ്ടിയും ഇക്കാലത്ത് ധാരാളം ദുആയുടെ ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് को बहुत दुआओं में याद रखें. ये ऐसे ഇസ്ലാമിക രാഷ്ട്രങ്ങളെയും हैं और फंसते चले जाते മുസ്ലിം സമുദായങ്ങളെയും हैं जो ദുആയിൽ അധികമായി ഓർക്കുക. बच्चों की वजह से भी खुदगर्ज़ ഇവർ തങ്ങളുടെ അത്യാഗ്രഹങ്ങളാലും और इस्लाम സ്വാർത്ഥ ലാഭങ്ങളാലും कुव्वतों की वजह से भी ഇസ്ലാം വിരോധ ശക്തികളാലും വലയിൽ കുടുങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. और इनको समझ नहीं आ रही कि इनके साथ क्या हो रहा है. മുസ്ലിം സമുദായത്തെ എല്ലാ നിലയിലും അശക്തരാക്കി മാറ്റുകയാണ്. पैदा किए जाते हैं, തങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. सही रद्द-ए-अमल दिखाने മനഃപൂർവ്വം കലഹങ്ങളുടെ അവസരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ऊपर और തൽഫലമായി മുസ്ലിങ്ങൾ യഥാർത്ഥ പ്രതികരണം കാണിക്കേണ്ടതിനു പകരം रखे. തെറ്റായി പ്രതികരിച്ചുകൊണ്ട് തങ്ങളുടെ മേൽ കൂടുതൽ വിപത്തുകൾ വലിച്ചിടുകയാണ്. ये भी അള്ളാഹു അവരെ എല്ലാവിധത്തിലും സുരക്ഷിതരാക്കട്ടെ. ധാരാളമായി ദുആ ചെയ്യുക. അള്ളാഹു മുസ്ലിം സമുദായത്തിനും ബുദ്ധി നൽകട്ടെ. ഇവരും അള്ളാഹുവും അവന്റെ റസൂലും നമുക്ക് പറഞ്ഞു തന്ന അധ്യാപനമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകട്ടെ. നമസ്കാരത്തിന് ശേഷം ഞാൻ ചില ജനാസയും നമസ്കരിപ്പിക്കുന്നതാണ്. ഒന്ന് ജനാസ ഹാദിറാണ്, അത് എത്തിയോ? അത് ബഹുമാന്യ മാസ്റ്റർ മുഹമ്മദ് ആലം സാഹിബിന്റേതാണ്. അദ്ദേഹം താലിമുൽ ഇസ്ലാം സ്കൂളിന്റെ റിട്ടയർഡ് ടീച്ചറായിരുന്നു. साल की उम्र में ഈ ദിവസങ്ങളിൽ ഷെഫീൽഡിലായിരുന്നു. 73 വയസ്സിലാണ് വഫാത്തായത്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. अपने 1960 की वजह से तहकीक करके इन्होंने അദ്ദേഹം കുടുംബത്തിലെ എളാപ്പായുടെ തബ്ലീഗിന്റെ ഫലമായി നല്ലപോലെ അന്വേഷിച്ചറിഞ്ഞ ശേഷമാണ് ബയ്യത്ത് ചെയ്തത്. करके रवा में शिफ्ट हुए ताकि പിന്നീട് സർക്കാരിന്റെ ജോലി ചെയ്യുന്നതിനു പകരം പരിശ്രമം നടത്തി റബോവിലേക്ക് ഷിഫ്റ്റായി ജമാഅത്തിന്റെ സ്കൂളിൽ ജോലി ചെയ്യുന്നതിനായി. ആദ്യം ജമാഅത്തിന്റെ പ്രൈമറി സ്കൂൾ ആയിരുന്നു, പിന്നീട് ഹൈസ്കൂളിലും ഉസ്താദായിരുന്നു. വളരെ സദ്വൃത്തനും ധാരാളം ദുആ ചെയ്യുകയും തഹജ്ജുദ് നമസ്കരിക്കുന്ന ആത്മാർത്ഥ അഹമ്മദിയുമായിരുന്നു. ജമാഅത്തിന്റെ വിവിധ പദവികളിൽ സേവനമനുഷ്ഠിക്കുന്നതിനുള്ള തൗഫീഖ് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഷെഫീൽഡിൽ ഏതാനും വർഷങ്ങളായി എത്തിയതായിരുന്നു. അവിടെയും സെക്രട്ടറി വസായായിരുന്നു. इनकी वालदा और भाई भी തബ്ലീഗിനുള്ള ആവേശമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മാതാവും സഹോദരനും അദ്ദേഹത്തിന്റെ തബ്ലീഗിന്റെ ഫലമായാണ് അഹമ്മദിയത്ത് സ്വീകരിച്ചത്. के लिए जाते थे और अल्लाह റബ്ബയുടെ പ്രാന്തപ്രദേശങ്ങളിലും തബ്ലീഗിനായി പോകുമായിരുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ധാരാളം ഫലം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. अल्लाह ताला ने बड़ी തബ്ലീഗിന്റെ കാരണത്താൽ കേസുകളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ അള്ളാഹു മോചിപ്പിക്കുകയുണ്ടായി. ഹദ്റത്ത് മസീഹ് മൗഊദ് ഇസ്ലാത്തു വസ്സലാമിന്റെ ഗ്രന്ഥങ്ങൾ നല്ലതുപോലെ വായിച്ചിരുന്നു. പല ഉദ്ധരണികളും മനഃപ്പാടമായിരുന്നു എന്ന് പറയപ്പെടുന്നു. അത്യാവശ്യമായിട്ടുള്ള ഉദ്ധരണികൾ चीज का ताल्लुक था. ഖിലാഫത്തിനോട് സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും ബന്ധമായിരുന്നു. बेटे और 2 बेटियां इनकी यादगार हैं. 3 ആൺമക്കളും 2 പെൺമക്കളുമാണ് ഉള്ളത്. भाई हमारे मुबल्लिग सिलसिला भी हैं. അദ്ദേഹത്തിന്റെ ഒരു സഹോദരൻ നമ്മുടെ മുബല്ലിഗ് സിൽസിലയാണ് മാഞ്ചസ്റ്ററിൽ ബഹുമാനായ മലക് മുഹമ്മദ് അക്രം സാഹിബ്. है രണ്ടാമത്തെ ജനാസ मोहम्मद नवाज साहब इब्न मुकर्रम अहमद ബഹുമാന്യ അഹമ്മദ് ആലി സാഹിബിന്റെ മകനായ ബഹുമാന്യ മുഹമ്മദ് നവാസ് സാഹിബിന്റേതാണ്. അദ്ദേഹത്തിന്റെ പിതാവ് 1950 में इनके वालिद അഹമ്മദ് അലി സാഹിബ് 1950 सानी के हाथ पर ഖലീഫത്തുൽ മസീഹ് സാനിയുടെ കയ്യിലാണ് ബയ്യത്ത് ചെയ്തത്. थे, लेकिन बड़े നിരക്ഷരനായിരുന്നു, मुखलिस थे इनके वालिद. എങ്കിലും വളരെ ആത്മാർത്ഥതയുള്ള വ്യക്തിയായിരുന്നു. बतौर कांस्टेबल അദ്ദേഹത്തിന്റെ പിതാവ് दिया करते थे. മുഹമ്മദ് നവാസ് സാഹിബ് പോലീസിൽ കോൺസ്റ്റബിളായി ഡ്യൂട്ടി ചെയ്തിരുന്നു. ഭാര്യയും മക്കളും ജമാഅത്തുമായി നല്ല ബന്ധത്തിലായിരുന്നു. जमात से इनका भी बच्चों का काफी ताल्लुक है और गालिबन ख्याल यही है
क्योंकि गुज़श्ता रोज ये कराची കഴിഞ്ഞ ദിവസം അദ്ദേഹം मोटरसाइकिल കറാച്ചിയിൽ ഡ്യൂട്ടിയിലായിരുന്നു. के नाम മോട്ടോർ സൈക്കിളിൽ ഡ്യൂട്ടിക്ക് പോയപ്പോൾ അജ്ഞാതരായ 2 മോട്ടോർ സൈക്കിൾ യാത്രികർ അദ്ദേഹത്തിന് നേരെ നിറയൊഴിച്ചു. തലയിൽ വെടിയുണ്ടകൾ തറച്ചു. അവിടെ തന്നെ ഷഹീദായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. की वजह से हुआ ये ജമാഅത്തിന്റെ കാരണത്താൽ, എതിർപ്പുകളുടെ കാരണത്താലാണ് ഇത് സംഭവിച്ചെന്നാണ് കരുതപ്പെടുന്നത്. और हौसला अता फरमाए അള്ളാഹു അദ്ദേഹത്തിന്റെ കുട്ടികൾക്കും സഹനവും ധൈര്യവും നൽകട്ടെ. भी इनके काम की तरीके സഹപ്രവർത്തകർ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ പ്രശംസിക്കുമായിരുന്നു. इनके 2 बेटे एलिया और 3 बेटियां हैं 2 ആൺമക്കളും ഭാര്യയും 3 പെൺകുട്ടികളുമാണുള്ളത്. उनको सलूक फरमाए അള്ളാഹു മർഹൂമിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ, പദവികൾ ഉയർത്തുമാറാകട്ടെ. जो मुकरमा മൂന്നാമത്തെ ജനാസ ഗായിബ് साहिबा ബഹുമാന്യ नाइमाइला गैम्बिया का है വയർ മറിയം जमात अहमदिया के ഒറിയാപ്പ സാഹിബ സദർ ലജ്ന ഇമായില്ല ഗാംബിയയുടേതാണ്. सदर ഒരു നീണ്ട കാലമായി ഗാംബിയയുടെ 8 अगस्त की दरमियान ലജ്നയുടെ സദറായിരുന്നു. इन्ना लिल्लाहि व इन्ना इलैहि राजिऊन 7-നും 8-നും മധ്യയുള്ള രാത്രിയിലാണ് ഇവർ വഫാത്തായത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. लेकिन जान पर न हो सकी ഒരാഴ്ച മുമ്പ് കഠിന രോഗത്താൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. എന്നാൽ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. हुमा अलियो अम्बास അവർ അലിയോ അംബ സാഹിബ് മർഹൂം മുൻ നായിബ് അമീർ ഗാംബിയയുടെ പത്നിയായിരുന്നു. और बड़ा लंबा अरसा मां के ഒരു നീണ്ടകാലം അവിടുത്തെ അവസ്ഥ കാരണത്താൽ सदर के तौर पर काम करती रही, इसलिए 13 साल का लंबा अरसा 13 വർഷത്തോളം സദർ ലജ്നയായി സേവനമനുഷ്ഠിക്കുന്നതിനുള്ള അനുമതി ലഭിച്ചിരുന്നു. हर लिहाज से लजना को उन्होंने मजबूत किया, ലജ്നയെ എല്ലാ തരത്തിലും പ്രബലമാക്കി किया लजना को ഇജ്തിമാകൾ ആരംഭിച്ചു. ലജ്നകളെ നല്ലതുപോലെ ഓർഗനൈസ് ചെയ്തു. उन पर लबैक कहने वाली थी। ജമാഅത്തിന്റെ എല്ലാ സേവനങ്ങളിലും ലബ്ബൈക്ക് പറയുന്നവരായിരുന്നു. कसीर मिजाज और मेहनत വളരെ ലളിതവും വിനയാന്യവുമായ സ്ത്രീയായിരുന്നു. ലജ്ന ഇമായില്ല कुर्बानी में സാമ്പത്തിക ത്യാഗങ്ങളിൽ മുന്നേറുന്നതിനായി എപ്പോഴും പരിശ്രമിച്ചിരുന്നു. कुर्बानी करने वाली थी। अल्लाह ताला സ്വയവും ധാരാളം ത്യാഗങ്ങൾ ചെയ്യുന്നവരായിരുന്നു. അള്ളാഹു മർഹൂമയുടെ പദവികൾ ഉയർത്തുമാറാകട്ടെ. नमाज जनाजा अदा ഞാൻ പറഞ്ഞതുപോലെ ഇവരുടെ എല്ലാവരുടെയും ജനാസ നമസ്കരിക്കുന്നതാണ്. ഒന്ന് ജനാസ ഹാസിറാണ്. നമസ്കാരത്തിന് ശേഷം ഞാൻ താഴേക്ക് പോകുന്നതാണ് ജനാസ നമസ്കാരത്തിനായി. നിങ്ങൾ ഇവിടെ പള്ളിയിൽ തന്നെ നിന്ന് ജനാസ നമസ്കരിക്കുക എന്നോടൊപ്പം. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.